അയ്യോ ഇത് നല്ല ഭംഗിയുണ്ട് നോക്കിക്കേ. ഗോൾഡൻ കളർ ഇതാ ഞാൻ നോക്കി നടന്നത്. പക്ഷെ പൈസ പറയുന്നുണ്ട് 2750. നല്ല ഭംഗിയുണ്ടല്ലോ. നീയേ അതിന്റെ റിവ്യൂ കൂടെ നോക്ക്. നല്ലതാണ്, നീ അതിന് സെലക്ട് ചെയ്തു. പിന്നെ അത് തന്നെ വേറൊരു കളർ അമ്മയ്ക്കും കൂടെ ചൂസ് ചെയ്യും. വെറുതെ ഷോപ്പിലൊക്കെ കയറി ഇറങ്ങാൻ നിൽക്കണ്ടല്ലോ. അമ്മയ്ക്കോ? അമ്മയ്ക്ക് ഇപ്പൊ ഇതൊന്നൊക്കെ എടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇത് നല്ല വിലയുള്ളതാ. എടാ അതിനിപ്പോ എന്താണ്, നീ ഒരെണ്ണം നല്ല നോക്കിയിട്ടേ അമ്മയ്ക്ക് വാങ്ങിക്കൊടുക്കും. അമ്മയ്ക്ക് ഇങ്ങനൊന്നും സെലക്ട് ചെയ്യണമെന്ന് അറിയില്ല. അല്ല അതുകൊണ്ടല്ല രാജേഷ് ഏട്ടാ, ഈ ബ്രാൻഡിൽ എല്ലാം വില കൂടുതലാ. 2000 കുറഞ്ഞ ഒന്നുമില്ല. പിന്നെ അമ്മ നമ്മളെ പോലെ എല്ലായിടത്തും ഇങ്ങനെ പോകുന്നൊന്നുമില്ലല്ലോ. ജസ്റ്റ് ഒരു തവണ കൊടുത്ത് മാറ്റാൻ വേണ്ടി തന്നെ അല്ലേ. നമുക്ക് ഷോപ്പിൽ പോയി എടുക്കാം. ഏട്ടന് പറ്റില്ലെങ്കിൽ ഞാൻ പോവാ. അതാകുമ്പോ ഒരു ഒരു 500-550 റേഞ്ചിലേ വല്ല സാരിയും കിട്ടും. അതൊക്കെ മതിയെന്നേ. അഞ്ചു, ഇതിപ്പോ നീയാണെങ്കിലും ഞാനാണെങ്കിലും നമ്മളിപ്പോ അമ്മേനെ ഷോപ്പിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അമ്മ ഈ 400-500 ഒക്കെ എടുക്കുള്ളൂ. അതെന്താ കാരണം എന്നറിയോ? എന്റെ കയ്യില് പൈസ പോണ്ടാന്ന് വിചാരിച്ചിട്ട്. ഇതിപ്പോ എന്തായാലും ഈ ലേഡീസിന്റെ സാരി ചുരിദാറിനെ കുറിച്ചൊന്നും എനിക്ക് വല്ല ഐഡിയ ഒന്നുമില്ല. അതുകൊണ്ട് നീ നല്ലൊരെണ്ണം സെലക്ട് ചെയ്തു. അതിനിപ്പോ വിലയൊന്നും നോക്കണ്ട. അമ്മയ്ക്കൊരു സന്തോഷാവില്ലേ മരുമോള് നല്ലൊരു ഡ്രസ്സ് എടുത്തെന്ന് പറഞ്ഞിട്ട്. പിന്നെ ഇത് മാത്രല്ല, നമ്മളുടെ കൂടെ വരുമ്പോഴേ അമ്മയും നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വരട്ടെ. അയ്യോ എനിക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുന്നതിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ല. പക്ഷെ അങ്ങനെ അല്ലല്ലോ, ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമല്ലേ. എന്റെ പൊന്നു രാജേഷ് ഏട്ടാ, ഞാൻ എടുത്തിട്ട് അമ്മ ഇട്ടില്ലെങ്കിലോ? 2000 രൂപ കൊടുത്ത് വാങ്ങുന്നതാ. നിക്ക്. അമ്മേ, അമ്മ ഒന്ന് ഇങ്ങോട്ട് വരുമോ? അമ്മ വന്നിട്ട് നേരിട്ട് ചോദിക്കാം. എന്താ മോളെ വിളിച്ചേ? ഇത് നോക്കമ്മേ, ഏട്ടൻ പറയാണേ. ഇപ്പൊ ഞാൻ 2700 ഡ്രസ്സ് എടുക്കാൻ പോണേ. അതുപോലത്തെ ഒരു ഡ്രസ്സ് തന്നെ അമ്മയ്ക്കും വേണമെന്ന്. ഇത്രയും വിലയുള്ളൊക്കെ അമ്മ ഇടുവോ? അല്ല, ഞാനിപ്പോ അങ്ങനെ ഇടുവോന്നൊക്കെ ചോദിച്ചാ, ഇത്ര വിലയുള്ളതൊന്നും ഞാൻ ഇതുവരെ എടുത്തിട്ടില്ല. ഇവിടെ എവിടെയെങ്കിലും പോയിട്ട് വല്ല സാരിയോ എന്തെങ്കിലും വേണമെങ്കിൽ അടുത്തുള്ള ഷോപ്പിൽ പോയി ചെന്ന് എടുക്കും. അല്ലേ മോനെ? അല്ല, നന്നായിരിക്കുമോ ഇത് ഇത്രയും വിലയും കൊടുത്തിട്ട്? അതിപ്പോ നല്ലത് കിട്ടുമോന്നുള്ളതൊക്കെ ചോദിച്ചാ അതിപ്പോ വന്നറിയണം, എന്നാലേ മനസ്സിലാവും. പിന്നെ എനിക്ക് ഒട്ടും താല്പര്യം ഇല്ലായിരുന്നു ഇത്രയും വിലയൊക്കെ കൊടുത്തൊരു ചുരിദാർ എടുക്കാൻ. ഏട്ടന് അത്രയും നിർബന്ധിച്ചതാ. ഇങ്ങനെ ഒരു പരിപാടി ഇല്ല, നീ എടുത്തോന്ന്. മനസ്സില്ലാ മനസ്സോടെ എടുക്കണ്. സത്യം പറഞ്ഞ ഇത്രയും പൈസക്കൊക്കെ നമുക്ക് ഒരു ചാക്ക് അരി വാങ്ങും. ആ പൈസ അപ്പൊ ചുരിദാറിന് കൊടുക്കുന്നത്. അപ്പൊ അമ്മയ്ക്കും എടുക്കാല്ലേ? അല്ല മോളെ, അല്ലേലും വേണ്ട. ഇത്രയും വിലയിലൊക്കെ ഇട്ടാൽ എനിക്കെന്നെ എന്തോ പോലെ തോന്നും. പിന്നെ നിങ്ങളൊക്കെ അല്ലേ ചെറുപ്പക്കാര്. ഈ പ്രായമായിട്ട് ഇത്രയും വിലയുള്ളൊക്കെ ഇട്ടിട്ട് പോയിട്ട് ഞാൻ എന്ത് ചെയ്യാൻ? അതെ, ഈ ഡ്രസ്സ് ഇടുന്നതിൽ പ്രായം ചെറുപ്പം വലുപ്പമൊന്നുമില്ല. നമുക്ക് മനസ്സിന് ഇഷ്ടപ്പെടുന്ന ഇടുക, അതാണ് വേണ്ടത്. ഒരു കാര്യം ചെയ്യ്, നിനക്ക് എടുക്കാന്ന് പറഞ്ഞില്ലേ 2500 രൂപയ്ക്ക്, ആ പൈസക്ക് നീ ഒരു കാര്യം ചെയ്ത് അരി വാങ്ങിക്കും. അമ്മയ്ക്ക് ഒരെണ്ണം ഓർഡർ ചെയ്ത് കൊടുക്കും. മതി. ഇനി എന്റെ പേരിൽ നിങ്ങൾ രണ്ടാളും കൂടി ഇവിടുന്ന് വഴക്കിടാൻ നിൽക്കണ്ട. ആലമാരിൽ ഇഷ്ടംപോലെ ഡ്രസ്സുകൾ ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒന്ന് ഇട്ടോളാം. എനിക്ക് അത്രയല്ലേ വേണ്ടൂ. കണ്ടോ, അമ്മയ്ക്ക് വിവരമുണ്ട്. ഏട്ടൻ എന്താണെന്നറിയോ അമ്മേ, എനിക്ക് എന്തെങ്കിലും വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതേപോലെ തന്നെ അമ്മയ്ക്കും വാങ്ങണം. ഞാനിപ്പോ ഷോർട്സ് ഇട്ട് നടന്നിട്ടുണ്ടെങ്കിൽ അമ്മേനെ ഏട്ടൻ ഷോർട്സ് ഇടാൻ പറയും. വെറുതെ അമ്മയ്ക്ക് ഇവിടെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇന്ന് വൈകുന്നേരം പോയിട്ടേ അമ്മയ്ക്ക് ഒരു സാരി എടുത്തിട്ട് വരാം. അല്ലെങ്കിൽ അമ്മയും കൂടെ വാ. ആ എന്നാ ശരി മോളെ, അങ്ങനെ ആയിക്കോട്ടെ. ആ, ഇപ്പൊ കേട്ടല്ലോ, ഇത്രേ ഉള്ളൂ. ഒരു കാര്യം ചെയ്യമ്മേ, ഒരു 4 മണിയാകുമ്പോ ഇറങ്ങാം. അതാകുമ്പോഴേ ഒരു 500-600 തീരും. അതിനു വേണ്ടിയിട്ടാ. അപ്പൊ എന്താ രാജേഷേട്ടാ നിങ്ങൾ എന്നാ ചെയ്തേ? അമ്മേന്റെ മുമ്പിലാണ് എന്നെ ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കുന്നത്. നിന്നെ ആര് ഇൻസൾട്ട് ചെയ്തു? നീ അങ്ങനെ അമ്മേനോട് സംസാരിച്ചപ്പോൾ നീ അമ്മേന്റെ മുഖം ശ്രദ്ധിച്ചോ? എത്ര വിഷമം ഉണ്ടായിരുന്നു എന്ന്? പിന്നെ വിഷമം അമ്മയെ നിങ്ങളെക്കാളും പ്രാക്ടിക്കലാ. അമ്മ പറഞ്ഞത് കാര്യം തന്നെയാ. ഞാനും ആരും മോശക്കാരിയാകാൻ സംസാരിച്ചിട്ടൊന്നുമില്ല. അല്ലെങ്കിൽ എന്തിനാ ഇത്രയും വില കൂടിയ ഡ്രസ്സ് അമ്മയ്ക്ക്? നമ്മളാണെങ്കിലും 100 പ്രാവശ്യം വേറെ വേറെ സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ അമ്മ അങ്ങനെ എങ്ങോട്ടെങ്കിലും പോകുന്നുണ്ടോ? ഞാൻ പോയിട്ട് നല്ലൊരു ഡ്രസ്സ് വാങ്ങിക്കൊടുക്കുക. നോക്കിക്കോ, 500-ന്റെ ഉള്ളിൽ ഈ 2500-നെക്കാളും വില മതിക്കുന്ന ഒരു ഡ്രസ്സ് ഞാൻ അമ്മയ്ക്ക് എടുത്തു കൊടുക്കും. അതുപോലെ നല്ലൊരു ചെയ്തു കൊടുത്തു. നന്നായി ചെയ്തു. എന്നിട്ട് മാഡം എന്ത് പറഞ്ഞു? മാം പറഞ്ഞു ഞാന് നല്ലപോലെ ചെയ്തു, ഇനി നമുക്ക് അത് തന്നെ പ്രാക്ടീസ് ചെയ്യാം. ആ, അങ്ങനെയാണ് കുട്ടികൾ വേണ്ടത്. അല്ല, നിങ്ങളുടെ ചെസ്സിന്റെ ക്ലാസ് ഇതുവരെ തുടങ്ങിയില്ല? ഗെയിംസ് ഒക്കെ ഉണ്ട്. ആഴ്ചയിട്ട് ഒരു പ്രാവശ്യമുള്ളൂ. ഇന്നലെ കഴിഞ്ഞതാ, ഇനി നെക്സ്റ്റ് വീക്കാ. എന്താ അത് വാവ സ്കൂളിലെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക? ആ അച്ഛമ്മേ. അച്ഛമ്മേന്റെ സമയത്ത് ഇതൊന്നും ഇല്ല കേട്ടോ. അത് മാത്രല്ല അച്ഛമ്മ, കൊറേ ഉണ്ട്. ചെസ്, ഫുട്ബോൾ, ബാസ്കറ്റ്ബോൾ, കൊക്കോ, പിന്നെ ബാഡ്മിന്റൺ, എന്തൊക്കെ ഉണ്ട്. ആണോ? അമ്മ അങ്ങനത്തെ കുറെ ആക്ടിവിറ്റീസ് ഒക്കെ അവന്റെ സ്കൂളിലുണ്ട്. പണ്ടത്തെ കാലമൊന്നല്ലല്ലോ, ഒരുപാട് മാറിപ്പോയി ഇപ്പോഴത്തെ സ്കൂളുകളൊക്കെ.
എടാ കുഞ്ഞെ, ഇതൊന്നും പറഞ്ഞ അച്ചമ്മയ്ക്ക് മനസ്സിലാക്കാനുള്ള കഴിവില്ല. നീ എന്തൊന്നാണ്? സാറില്ല, ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. പിന്നെ മനസ്സിലാക്കി കൊടുക്കാൻ കണ്ട സമയം. നീ ഒന്ന് പോയി കുളിക്കാൻ നോക്ക്. വന്ന പിന്നെ ഇതാ യൂണിഫോമിൽ നിൽക്കുക ഓരോരോ കാര്യങ്ങളും പറഞ്ഞിട്ട് പോയിക്കാ കിടന്ന്. അമ്മ എപ്പോഴും ഇങ്ങനെയാ. ഞാൻ എന്തെങ്കിലും അച്ഛമ്മയോട് ചോദിച്ചാ അമ്മ തിരിച്ചു പറയും. പിന്നെ സമ്മതിക്കാതിരിക്കും. അവൻ പറയുന്നത് അമ്മയ്ക്കും മനസ്സിലായില്ല, അമ്മ പറയുന്നത് അവനും മനസ്സിലായില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? അമ്മ, മോന് കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കി വെക്കോ? എടാ നിനക്ക് പക്കോട മതിയോ? ആ മതി. എന്നാ അത് ഉണ്ടാക്കുമ്പോ ഞാൻ ഉണ്ടാക്കിയാൽ ശരിയായില്ല. ആ മോളെ, ഞാൻ ഉണ്ടാക്കി വെച്ചോ. എന്നാ അമ്മ അത് ഉണ്ടാക്കും, ഞാൻ ചായ ഉണ്ടാക്കട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അതിന്. അല്ലെങ്കിൽ ഈ മഴയത്തെ ഐസ്ക്രീം കഴിക്കാൻ നല്ല രസാ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് ഏതാ ഫ്ലേവർ? ബട്ടർ സ്കോച്ചാ? മമ്മിക്ക് കൊടുത്തില്ലേ? അമ്മയ്ക്കോ? പിന്നെ അമ്മയല്ല ഐസ്ക്രീം കഴിക്കുന്നത്. ഇത് ഞാൻ കുട്ടിക്ക് വേണ്ടി വാങ്ങിയതാ. പിന്നെ നമുക്കും കൂടി എടുത്തുന്നേ ഉള്ളൂ. ഈ വയസ്സാം കാലത്ത് അമ്മേനെ കൊണ്ട് ഐസ്ക്രീം കഴിപ്പിക്കണ്ട. അത് നീ അങ്ങനെ പറയുന്നത്? പ്രായമായി വിചാരിച്ചിട്ട് അമ്മയ്ക്കൊന്നും കഴിക്കാൻ പറ്റില്ലെന്ന്? അമ്മയ്ക്ക് എന്താ വല്ല ഷുഗറോ പ്രഷറോ ഉണ്ടോ? ഓ തുടങ്ങി. എന്റെ രാജേഷ് ഏട്ടാ, ഷുഗറോ പ്രഷറോ ഉണ്ട് എന്നല്ല ഞാൻ പറഞ്ഞേ. പക്ഷെ ഇനി ഉണ്ടായിക്കൂടുന്നില്ലല്ലോ. നമ്മളായിട്ട് എന്തിനാ വെറുതെ ഇല്ലാത്ത അസുഖങ്ങൾ ഉണ്ടാക്കുന്നേ? അമ്മയ്ക്ക് ഇമാതിരി ആഗ്രഹങ്ങളൊന്നും ഇല്ല. പിന്നെ നിങ്ങളായിട്ട് എന്തിനാ ഉണ്ടാക്കുന്നേ? നീ നിന്റെ അമ്മേനോട് ഇങ്ങനെ തന്നെയാണോ? അതോ എന്റെ അമ്മേനോട് മാത്രമാണ് ഇങ്ങനെ? എന്റെ ഡ്രോയിങ് ബുക്ക് എവിടെയാ? എടുത്തോ. അല്ല, ഐസ്ക്രീം കഴിച്ചോ? ഇല്ല, ഞാൻ കഴിച്ചിട്ടില്ല. ഫ്രീസറിൽ വെച്ചിട്ടുണ്ട്. അച്ഛമ്മയ്ക്ക് എടുത്തു കൊടുക്കട്ടാ. ആദ്യം തന്നെ വെച്ചത്. ഞാനും അച്ഛമ്മയും കൂടെ കഴിച്ചോളും. ആകെ ചെറിയൊരു പാക്കറ്റ് ഐസ്ക്രീം അല്ലേ വാങ്ങിയത്? അത് ഇനി അച്ഛമ്മയ്ക്കും അമ്മമ്മയ്ക്കും നാട്ടുകാർക്കും മുഴുവൻ പങ്കിട്ട് കൊടുത്തിട്ട് കഴിക്കാം. നിങ്ങൾക്ക് എന്തിനു കുഴപ്പാ? കുഞ്ഞിന് സ്കൂള് വിട്ട് വന്നാൽ എന്തെങ്കിലും അവൻ ചോദിക്കും. ആ സമയത്ത് കഴിക്കാൻ വേണ്ടി വാങ്ങി വെച്ചതാ. ഇതിപ്പോ നിങ്ങൾക്ക് കൊണ്ടു തന്നായി തെറ്റ്. അതിൽ തന്നെ വെച്ചാൽ മതിയായിരുന്നു. നിനക്ക് എന്തിന്റെ കേടാടി? ഭക്ഷണത്തിന്റെ കാര്യത്തിലാണോ നീ ഇങ്ങനെ കണക്ക് പറയുന്നത്? ഇനിയിപ്പോ അമ്മ കഴിച്ചിട്ട് കുറച്ച് കുറഞ്ഞിട്ടുണ്ടെങ്കിലേ ഞാൻ വേറെ വാങ്ങിക്കൊണ്ടുവരാം. മോന് ഒന്നും കണ്ട് പഠിക്കണ്ട കേട്ടോ. കുഞ്ഞു എന്നിട്ടേ അമ്മയ്ക്ക് എടുത്ത് കൊടുക്ക്. അല്ലെങ്കിൽ എനിക്കൊക്കെ അറിയാം, അച്ഛമ്മയും നമ്മളെ പോലെ തന്നെയല്ലേ. ഇതിപ്പോ ഞാനായി കുറ്റക്കാരി. നിങ്ങൾ രണ്ടുപേരും ഭയങ്കര പെർഫെക്റ്റ്. ഈ കുടുംബത്തിലില്ലേ ഒന്നും സംസാരിക്കാൻ പാടില്ല. എല്ലാവരും നല്ലതിന് വേണ്ടിട്ടാ പറഞ്ഞത്. ഇത് വെറുതെ വാങ്ങിയിട്ടോ? ഇത് പ്ലാസ്റ്റിക്. ഫ്രൈഡേ സാറ്റർഡേ സൺഡേ ഒക്കെ എല്ലാവർക്കും ലീവാ. നമുക്ക് എങ്ങോട്ടോ പോയാലോ? ട്രിപ്പ് പോകാനോ? അതിന് ട്രിപ്പ് ഒന്നും തൽക്കാലം പോണ്ട. നോക്കട്ടെ. എത്ര ദിവസമായി പോവാണ്ട് ഇങ്ങനെ ഇരിക്കുന്നു. നമുക്ക് ആലോചിക്കാം കേട്ടോ. ഈ റിമോട്ട് ഇവിടെ തന്നെ വെച്ചോ. ഇതിപ്പോ പുറത്തുനിന്ന് കിട്ടിയതാ. എന്തിനാ ഈ റൂമിൽ റിമോട്ട് പുറത്തു കൊണ്ടിടാൻ നിൽക്കുന്നത്? അച്ഛൻ ഞാനത് കളിക്കുമ്പോ എടുത്തതാ. ഇതൊക്കെ എടുത്തിട്ടാ കളിക്കുക? മോന്റെ കയ്യിൽ എത്ര ടോയ്സ് ഉണ്ട്? അതൊക്കെ എടുത്താ പോരെ? പിന്നെ ടോയ്സ്, അടുക്കളയിലെ പാത്രങ്ങൾ മുഴുവൻ ആ പറമ്പിലും അവിടെ നിന്നും ഞാൻ പെറുക്കി എടുത്തതാ. അതൊക്കെ കൊണ്ടാ കളിക്കല്. അതിന് 2-3 ദിവസം ലീവാ. അവൻ വരെ വല്ലയിടത്തും ടൂറ് പോവാൻ. അതാ നല്ലത്. വീട്ടിലിരുന്ന് വേറെ പുറം ഓടുന്നതിനേക്കാൾ നല്ലത് എവിടെയെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അല്ലേ ബാക്കിയുള്ളവർക്ക് ഒരു സമാധാനം ഉണ്ടാവും. ടൂറ് പോകാനോ? പോണോ? പോണം. ഇതിപ്പോ വെള്ളി ശനി ഞായർ ലീവാണല്ലേ? എന്നാ ആലോചിക്കട്ടെ. പോവാട്ടോ. അച്ഛ, അമ്മ, അച്ഛമ്മ, ഞാന്. അച്ഛമ്മയോ? അച്ഛമ്മയൊന്നും വരുന്നില്ല. പിന്നെ നമ്മള് പോകുന്നതൊക്കെ അച്ഛമ്മേനെ കൂട്ടിക്കൊണ്ടു പോവുക. അച്ഛമ്മേനെ കൂട്ടിക്കൊണ്ടു പോയാ എന്താ കുഴപ്പം? കുഴപ്പമൊന്നുമില്ല. അച്ഛമ്മയ്ക്ക് നമ്മൾ എൻജോയ് ചെയ്യണ പോലെ ചെയ്യാൻ പറ്റൂല. എൻജോയ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഇല്ല, അവിടെ വെള്ളം ഉണ്ടാവും, നടക്കാനുണ്ടാവും, കൈയും കാലും വേദന എന്ന് പറഞ്ഞാല് അതൊന്നും പറ്റൂല. പറ്റൂട്ടാ. മോനെ, ഞാൻ ഒരു കാര്യം പറയാം. നമ്മൾ പോണേന്റെ ആ സമയത്ത് ഡ്രസ്സൊക്കെ മാറ്റി ഇറങ്ങുമ്പോ അച്ഛമ്മേനോട് പോയിട്ട് വരാന്ന് പറഞ്ഞാൽ മതി. അതിനു മുമ്പ് പറയാൻ പാടില്ല. മനസ്സിലായല്ലോ? ഞാൻ പറഞ്ഞ. ഇതാ ഞാൻ ഒരു കാര്യം പറയാം. നമ്മളെന്താ ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത്. അച്ഛമ്മേനോട് പറയാൻ പാടില്ല. മനസ്സിലായല്ലോ കുട്ടിക്ക്? അച്ഛമ്മ വരട്ടെ, നമുക്ക് കുറച്ച് എൻജോയ്മെന്റ് ഒക്കെ ഉണ്ടാവല്ലോ. ചെക്കൻ അച്ഛമ്മ, ഫ്രൈഡേ നമ്മൾ ടൂർ പോകുന്നുണ്ട്. ഞാന്, അച്ഛ, അമ്മ, അച്ഛമ്മയും കൂടെ ടൂർ പോവാ. അച്ഛമ്മയ്ക്ക് വേണ്ട ഡ്രസ് അച്ഛമ്മ പാക്ക് ചെയ്തോ?
അച്ഛനും അമ്മയും കുഞ്ഞാവയും എല്ലാരും കൂടി പോയിട്ട് വാ. അച്ഛമ്മ ഇവിടെ നിന്നോടെ. അത് വേണ്ട അച്ഛമ്മ, അച്ഛമ്മയും കൂടെ വാ, അപ്പല്ലേ കുറച്ച് രസം ഉണ്ടാവും. അച്ഛമ്മ ഇങ്ങോട്ടും വരുന്നില്ല പറഞ്ഞാൽ നമ്മൾ എന്തോ ചെയ്യാനോ? അച്ഛമ്മ ടൂറിന് വരുന്നില്ലെങ്കിൽ ഞാനും ടൂർ. ചെക്കനെ കൊണ്ട് അമ്മേ, അവൻ എന്താ പറഞ്ഞേ? ആഹാ മോളെ, അത് അവനെ എന്തോ ടൂറ് പോകുന്നു പറയാൻ വേണ്ടി വന്നതാ. അച്ഛമ്മയും വരണം എന്ന് പറഞ്ഞിട്ട് പോയി. ടൂറോ? എന്തോ പറയാ, തീരുമാനിച്ചിട്ടൊന്നുമില്ല. ഏട്ടൻ വന്നിട്ട് വേണമെങ്കിലും കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോഴത്തേക്ക് ഇവിടെ വന്ന് ഇതൊക്കെ പറഞ്ഞു. എന്നാലും കുഞ്ഞിന്റെ ഒരു ആഗ്രഹമല്ലേ, അവൻ അങ്ങനെയൊന്നും പറയലൊന്നും ഇല്ലാലോ. എപ്പോഴും അവൻ എങ്ങോട്ടും കൊണ്ടുപോകലില്ല. ഒന്ന് കൂട്ടിക്കൊണ്ടുപോകാൻ മോളെ, അവനൊരു സന്തോഷം ആയിക്കോട്ടെ. ഞാനും വിചാരിക്കാറുണ്ട് എവിടേക്കെങ്കിലും ഒക്കെ കൊണ്ടുപോകണമെന്ന്. പക്ഷെ ഏട്ടന് വലിയ താല്പര്യമൊന്നുമില്ല. അതുകൊണ്ടല്ലേ ഇതുവരെ എവിടെയും പോവാത്തത്. പറഞ്ഞപ്പാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എപ്പോഴാ മനസ്സ് മാറാന്നൊന്നും പറയാൻ പറ്റില്ല. എന്തായാലും നോക്കട്ടെ കൊണ്ടുപോകാൻ പറ്റുമെന്ന്. പിന്നെ അമ്മയ്ക്ക് അല്ലെങ്കിലും വന്നിട്ട് വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല. പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ചാടുകയൊക്കെ ചെയ്യൂലേ. വെള്ളവും അതും ഇതൊക്കെ ആയിരിക്കേ. അഥവാ ഒരു റിസോർട്ട് താമസിക്കുകയാണെങ്കിൽ തന്നെ മെയിൻ അവിടെ സ്വിമ്മിംഗ് പൂള്. അവിടെയൊക്കെ അമ്മ വന്നിട്ട് എന്ത് ചെയ്യാനാ? വെറുതെ നോക്കി നിൽക്കാനോ? നോക്കട്ടെ. ഹേബു, നിനക്കെന്താ പറഞ്ഞ മനസ്സിലാവില്ല? നീ എന്തിനാ അച്ഛമ്മയോട് അങ്ങനെ പറയാൻ പോയേ? അതിനെന്താ അമ്മ, അച്ഛമ്മയും കൂടെ വരട്ടെ. അച്ഛമ്മയോട് ഒറ്റയ്ക്കല്ലേ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ വലിയ ആൾക്കാർ തീരുമാനിച്ചോളും. വരാൻ പറഞ്ഞെങ്കിൽ കൂടെ വരിക, അത്ര ചെയ്താൽ മതി കുട്ടികൾ. അച്ഛമ്മേനോട് ഓരോന്ന് പറഞ്ഞിട്ട് ഇനിയിപ്പൊ ഞാൻ കൂട്ടിക്കൊണ്ടു പോകാത്താന്ന് വിചാരിക്കില്ലേ? എടാ, നിനക്ക് മനസ്സിലാകാനാണ്. അവിടെ പോയിട്ടുണ്ടെങ്കിൽ നിന്റെ പ്രായമാണ് അച്ഛമ്മയ്ക്ക്. ഓടി ചാടി വെള്ളത്തിലൊക്കെ കളിക്കാൻ പറ്റുമോ? എന്നിട്ട് മുട്ടുവേദന, കാലുവേദന, കൈവേദന എന്ന് പറഞ്ഞിട്ട് ഇഷ്ടംപോലെ പ്രശ്നങ്ങളും പറയും തിരിച്ചു വരുമ്പോഴത്തേക്കും. പിന്നെ നമ്മൾ നേരെ ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടി വരും. ഇതൊക്കെ ആലോചിച്ചിട്ടാണ് അമ്മ പറയുന്നത് അച്ഛമ്മേനെ കൂട്ടിക്കൊണ്ട് പോണ്ടാന്ന്. മനസ്സിലായോ? അതുകൊണ്ടേ ഇനി അച്ഛമ്മേനോട് ഈ ടൂറിന്റെ കാര്യം നമ്മൾ പോകുന്ന അന്ന് വരെ പറയാൻ നിൽക്കരുത് കേട്ടോ. അച്ഛമ്മേനെ കൊണ്ടുപോയില്ല, ഡ്രസ് വാങ്ങി കൊടുക്കില്ല, ഐസ്ക്രീം കൊടുക്കില്ല, ടൂർ പോകുന്നുമില്ല. അമ്മ ചോദിച്ചിട്ടുണ്ടോ ഇത് അച്ഛമ്മയ്ക്ക് ഇഷ്ടമാണോ അല്ലേന്ന്? എനിക്ക് എല്ലാം മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അച്ഛമ്മേനെ വിളിച്ചത്. എന്താ ഇവിടെ രണ്ടാളും കൂടെ? അമ്മ പറയണ്ട അച്ഛമ്മേനെ ടൂർ വരണ്ടെന്ന്. അതെന്താ? അമ്മ ഒന്നെന്താ കുഴപ്പമുള്ളേ? അച്ഛമ്മക്ക് പ്രായമായല്ലോ, അതുകൊണ്ടാ അമ്മ ഇങ്ങനെ പറയുന്നു. ഒന്നും വേണ്ട. എന്റെ അമ്മയ്ക്കും പ്രായമായില്ലേ? അപ്പൊ അമ്മയ്ക്ക് പുതിയ ഡ്രസ്സ് വേണ്ട, നല്ല ഭക്ഷണം വേണ്ട, ഇങ്ങനെ തന്നെ വീട്ടിലിരിക്കോ? പ്രായമായ വിചാരിച്ചിട്ടേ മനസ്സിലുള്ള ഇഷ്ടം ഇങ്ങോട്ടും പോവില്ല. അച്ഛമ്മയ്ക്ക് ഇതൊക്കെ ഇഷ്ടമായിരിക്കും. പുറത്തു പോവാൻ, ടൂർ പോവാൻ, നല്ല ഭക്ഷണം കഴിക്കാൻ, നല്ല ഡ്രസ്സ് എടുക്കാൻ, ഐസ്ക്രീം കഴിക്കാനൊക്കെ ഉണ്ടാവും. ഞാൻ വലുതാവും അമ്മ പ്രായമാകൂലേ? അപ്പൊ ഞാനും ഇങ്ങനെ ചെയ്താലോ? അച്ഛമ്മ ടൂർ വരുന്ന അമ്മയ്ക്ക് ഇഷ്ടമല്ലെങ്കിൽ അമ്മ വരണ്ട. അച്ഛമ്മയും ഞാനും അച്ഛനും കൂടെ പോയിക്കോളാം, അല്ല അച്ഛാ? ചെറിയ കുഞ്ഞലവൻ അവൻ പറഞ്ഞിട്ട് പോയത് കേട്ടോ എന്തൊക്കെയാ എന്ന് പറഞ്ഞ് അവൻ നീ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഒബ്സർവ് ചെയ്യുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ടെന്ന്. നമ്മളൊക്കെ ഇങ്ങനെയാണോ വേണ്ടത്? ഇപ്പൊ നീ അമ്മേനോട് ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്നുണ്ട്, ഓരോന്ന് പറയുന്നുണ്ട്. നാളെ അവനും അങ്ങനെ തന്നെ നമ്മളോടും ചെയ്യാം. നമ്മൾ നമ്മുടെ പേരൻസിനെ കെയർ ചെയ്യുന്നതും സ്നേഹിക്കുന്നതും കണ്ടിട്ട് വേണം അവര് വളരാൻ. എന്നാൽ ആ സ്നേഹമൊക്കെ നമുക്ക് പിന്നെ തിരിച്ചു കിട്ടുള്ളൂ. അല്ലെങ്കിലേ ഇപ്പൊ നീ അമ്മേനോട് കാണിക്കുന്നില്ലേ, ആ അവസ്ഥയായിരിക്കും പിന്നെ നിനക്ക്. ഇതാകെ ചൊളിഞ്ഞു പോയി. എന്റെ കസവൊക്കെ നോക്കി. അമ്മേ, ഏട്ടൻ തീരുമാനിച്ചു ടൂർ പോകുന്ന കാര്യം. അപ്പൊ നമ്മളെല്ലാരും കൂടിയിട്ടേ ഈ വെള്ളിയാഴ്ച പോവുക. എന്തായാലും നിങ്ങൾ പോയിട്ടോ മക്കളെ, ഞാൻ വരുന്നില്ല. അത് വേണ്ടമ്മേ, ഇപ്രാവശ്യം നമുക്ക് എല്ലാവരും കൂടി ഒരുമിച്ച് പോവാം.
അല്ലെങ്കിൽ അമ്മയുടെ ഒറ്റയ്ക്ക് എന്ത് ചെയ്യാനാ? പിന്നെ ഇതിടും അമ്മ? അയ്യോ മോളെ, ഇതൊന്നും എനിക്ക് വേണ്ടേ, ഇതൊക്കെ ഇട്ടിട്ട് ഞാൻ എങ്ങനെയാ വരിക? അതൊന്നും കുഴപ്പമില്ലമ്മേ, ടൂർ പോകുമ്പോഴേ കുറച്ച് മോഡേൺ ഒക്കെ ആകണം. ഇത് പുതിയത് ഞാൻ ഇട്ടിട്ടൊന്നുമില്ല. പിന്നെ ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇടാനേ അമ്മയ്ക്കും ഉണ്ടാവില്ലേ ആഗ്രഹം? ദാ. നിങ്ങളെല്ലാവരും ഇടുന്നൊക്കെ കാണുമ്പോ ആഗ്രഹമൊക്കെ ഉണ്ട് മനസ്സിൽ. പക്ഷെ എനിക്കിതൊക്കെ നന്നായി ഉണ്ടാവുമോ, ചേരുവോ? നല്ലതായിരിക്കും. ഇപ്പോഴാണ് ഒരു ഫാമിലി ടൂർ ആയത്.